ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അല്പം കൂടെ ഉച്ചത്തിൽ നമുക്ക് പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിക്ടർ ബദറിലൂടെ ദൈവം നമ്മിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമാണ് നാം ഈ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്നത്. വിക്ടർ ബദറിനെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്, ഓർമ്മകളുണ്ട്. വിക്ടർ ബദറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങളാണ് പ്രധാനമായി കടന്നു വരുന്നത്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. വിക്ടർ ബദറിനെ കുറിച്ചുള്ള നമ്മുടെ അനുഭവങ്ങളും ഇത് തന്നെയാണ്. ഇസ്രായേൽ മക്കളിൽ വളരെ പേര് അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവന്നു. അങ്ങനെ വന്നവരാണ് നമ്മിൽ പലരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് തിരിച്ചുവിടാനും സജ്ജീകൃതമായൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ പോകും. പ്രിയമുള്ളവരെ, ഒരിക്കൽ കൂടി വിക്ടർ ബദറിലൂടെ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഒരുപക്ഷെ പലരും പല കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ പല ധ്യാനങ്ങളും പല കൺവെൻഷനുകളും പ്രാർത്ഥനാ കൂട്ടായ്മകളിലൂടെയും ഒക്കെ കടന്നു പോയിട്ട് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാമെന്നുള്ള രീതിയിൽ കൊച്ചിൻ കാത്തലിക് പ്രയർ ഗ്രൂപ്പിലേക്ക് കടന്നു വന്നവരാണ്. എൻ്റെ വ്യക്തിപരമായ അനുഭവം അത് തന്നെ. നമ്മൾ കേട്ടിട്ടുള്ള വചനങ്ങളാണ്, പല വചനങ്ങളും. പക്ഷെ അത് വിക്ടർ ബദറിൻ്റെ അധരങ്ങളിലൂടെ നമ്മൾ ശ്രവിച്ചപ്പോൾ ഒരു പ്രത്യേക ഉണർവ്, ഒരു പ്രത്യേക ശക്തി നമ്മിൽ ഉജ്ജ്വലിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു. നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ് ഗിരിപ്രഭാഷ്, ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മൾ എത്രയോ തവണ കേട്ടിട്ടുള്ള വചനമാണ്: നിന്നെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുക. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. എല്ലാ മനുഷ്യരുമായി സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. ഈ വചനങ്ങളെല്ലാം നമ്മൾ ഒത്തിരിയേറെ പ്രാവശ്യം, ഒത്തിരിയേറെ തവണ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അത് ബ്രദറിൻ്റെ അധരങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ ആ വചനം നമ്മുടെ ചേതനയിലേക്ക്, ആത്മാവിലേക്ക്, സന്ധിബന്ധങ്ങളിലേക്ക്, മജ്ജയിലേക്ക് തുളച്ചു കയറി നമ്മുടെ ഹൃദയത്തെ, വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കാൻ നമ്മെ പ്രാപ്തരാക്കി. അതുകൊണ്ട് പുതിയ ഉണർവ്, പുതിയ ഉൾക്കാഴ്ചയൊക്കെ ദൈവം നമുക്ക് പ്രദാനം ചെയ്യും. കാരണം പൗലോസ് പറയുന്നത് പോലെ അത് ബുദ്ധിയിലായിരുന്നില്ല, മറിച്ച് വചനം ദൈവിക ജ്ഞാനത്തിലും ശക്തിയിലുമാണ് നമുക്ക് പകർന്നു തന്നത്. അതാണ് വ്യത്യാസം. ദൈവിക ജ്ഞാനത്തിലും ശക്തിയിലും ദൈവവചനം നമ്മളിലേക്ക് പകരുമ്പോൾ ആകാശത്തുനിന്ന് പെയ്യുന്ന മഞ്ഞും മഴയും
അത് ഫലം പുറപ്പെടുവിക്കാതെ തിരികെ പോകാത്തതുപോലെ ആത്മാവിലും ശക്തിയിലും ദൈവവചനം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിൽ അത് ഫലം പുറപ്പെടുവിക്കും. അത് തന്നെയാണ് വിക്ടർ നെതറിനോട് അടുത്തിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും അനുഭവം. എന്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കുമെന്നുള്ള വചനം നമ്മൾ ശ്രവിക്കുമ്പോൾ ആ ദൈവവചനത്തോടുള്ളൊരു ദാഹം, അതുവരെ ഉണ്ടാകാതിരുന്നൊരു ദാഹം നമ്മളിൽ രൂപപ്പെടുകയാണ്. നമ്മളിൽ അറിയാതെ ആ ദൈവവചനത്തിന് വേണ്ടിയുള്ള ദാഹം, ജെറമ്യാ പറഞ്ഞതുപോലെ അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു. ആ ഭക്ഷിക്കുവാനുള്ള, വായിക്കുവാനുള്ള, രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് ധ്യാനിക്കുവാൻ ഉള്ള ഒരു പുതിയ ഒരു ഉണർവ്, ഒരു ഉന്മേഷം, ഒരു ചൈതന്യം നമുക്ക് നൽകപ്പെട്ടു. നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ വളരേണ്ടതെങ്ങനെയെന്ന് ബ്രദർ നമ്മെ പഠിപ്പിച്ചു. കത്തോലിക്ക സഭയിൽ ദൈവവചനത്തിൽ അടിസ്ഥാനമല്ലാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്ക വിശ്വാസത്തിൽ നമ്മെ ആഴപ്പെടുത്തി വചനത്തിലൂടെ. അവൻ വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്തു. അവിടുന്ന് വചനമയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. കർത്താവെ മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സൗഖ്യമാക്കിയെന്നുള്ള ആ വചനത്തിൻ്റെ അനുഭവത്തിന് നമ്മൾ ദൃക്സാക്ഷികളാണ്, നമ്മളത് അനുഭവിച്ചവരാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ ബ്രദറിൽ നിന്ന് കേട്ട പല കാര്യങ്ങൾ സെമിനാരിൽ ചെന്നപ്പോഴാണ് ബ്രദറിൽ പ്രവർത്തിച്ച ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തൽ എനിക്ക് ബോധ്യപ്പെടും. അല്ലെങ്കിൽ കൂടുതൽ അതിൽ ദൈവമേ നീ എന്തുമാത്രം കൃപയാണ് ഈ വിക്ടബദിലേക്ക് നീ ചൊരിഞ്ഞത് എന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിച്ചത്. കാരണം ഒരിക്കൽ ഞാൻ സെന്റ് ആന്റണി, ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, സെന്റ് ആന്റണി ഓഫ് ഈജിപ്റ്റ്, അത്തനേഷ്യസ് ഓഫ് അന്ത്യോക്ക് എഴുതിയ വിശുദ്ധ അന്തോനിയെക്കുറിച്ചുള്ള ഒരു പുസ്തകത്തിൽ വിശുദ്ധ അന്തോനിയെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധ ഡെസേർട്ട് ഫാദറായ ഈജിപ്തിലെ വിശുദ്ധ അന്തോനിയുടെ പഠനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുമ്പോൾ വിക്ടർ ബദറിൽ നിന്ന് കേട്ട ഓരോ കാര്യങ്ങളും അവിടെ വായിക്കുകയായിരുന്നു. ഓരോ കാര്യങ്ങൾ. ഞാൻ ഫിലോസഫിക്ക് ഞാനെടുത്ത തീസിസ്, ഈ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാനെടുത്ത തീസിസ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഡീമൺസ് അക്കോർഡിംഗ് ടു തോമസ് അക്വീനാസ് എന്നുള്ളതായി. ഇതിനു വേണ്ടിയിട്ട് എൻ്റെ ഗൈഡ് എന്നോട് ആവശ്യപ്പെടുന്ന പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കുമ്പോഴൊക്കെ വിക്ടർ ബദർ പറഞ്ഞ പല കാര്യങ്ങളും എനിക്കവിടെ വായിക്കാനായി. സഭാപിതാക്കന്മാരിൽ കുടികൊണ്ട അതേ ചൈതന്യവും അതേ ശക്തിയുമാണ്, അതേ ആത്മാവുമാണ് വിക്ടർ ബദറിലും കുടികൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. നമ്മളിപ്പോൾ എല്ലാവരും ഇവിടെ ആയിരിക്കുന്നതും ആ ബ്രദറിൽ നിന്ന് പകർന്നു കിട്ടിയ ആ വിശ്വാസവും വചനത്തിലുള്ള ആഴപ്പെടലുമൊക്കെയാണ്. അതിനെപ്രതി നമുക്ക് ദൈവത്തിന് ആത്മാർത്ഥമായിട്ട് നന്ദി പറയാം. ബ്രദറിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് കേരളത്തിൽ പ്രഘോഷിക്കപ്പെടുന്ന, വളരെ ശക്തമായി പ്രഘോഷിക്കപ്പെടുന്ന പല വചന ധ്യാന കേന്ദ്രങ്ങളിൽ പോലും ബ്രദറിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു. നമുക്ക് കർത്താവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അൾത്താരയിൽ വണങ്ങപ്പെടുവാനുള്ള കൃപാവരം ദൈവം നൽകണമെന്ന്. ഈശ്വരശിയായിരിക്കട്ടെ.